കരളായി ഗ്രാമപഞ്ചായത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. തങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിപുലമായ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ LDF കൺവീനർ ഹാരിസ് പനോലൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക അതിലെ വാഗ്ദാനങ്ങൾ വിശദമായി വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് യോഗം വിളിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വികസനങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ച 5 വർഷമായി. അതിൽ നിന്ന് വളരെ വിഭിന്നമായി സമഗ്ര മേഖലയെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2015-20 കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ 95% കാര്യങ്ങളും നടപ്പാക്കിയതിനു ശേഷമാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ നടപ്പാക്കാൻ കഴിയുന്ന, പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ആ വികസന മുരടിപ്പ് അക്ഷരാർത്ഥത്തിൽ കേരളയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 5 വർഷമാണ്. ആ 5 വർഷം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ LDF നടത്തും. അത് തിരിച്ചു പിടിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ ജനകീയ പക്ഷ വികസന പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ മുൻപാകെ ഈ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിക്കുന്നത്. കാർഷിക രംഗത്ത് വലിയൊരു മാറ്റം ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നോട്ട് വെക്കുക. അതായത് കരളായി പഞ്ചായത്തിലെ മുഴുവൻ കാർഷികയിടങ്ങളിലും കൃഷിക്കാവശ്യമായ ജലം എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പാണ്ഡ്യലമാടം അത്തിക്കൽ ലിഫ്റ്റ് ഇറിഗേഷൻ പുനരുദ്ധാരണം, ഇതാണ് കാർഷിക മേഖലയിൽ എടുത്തു പറയുന്ന ഒരു പദ്ധതി. മറ്റൊന്ന്, കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ഇടനിലക്കാരാണ് ഇതിൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില മുഴുവൻ ചൂഷണം ചെയ്തു പോകുന്നത്. അതിന് കർഷകർക്ക് നേരിട്ട് വിപണനം നടത്തുന്നതിന് ആവശ്യമായ ഒരു സൗകര്യം പഞ്ചായത്തിൽ ഒരു കേന്ദ്രം തുടങ്ങും. ആ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും കർഷകർക്ക് വന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാം. അതുവഴി കർഷകർക്കും വില കിട്ടും, അതുപോലെ തന്നെ നാട്ടുകാർക്ക് നല്ല ഔഷധ ഗുണമുള്ള കീടനാശിനി ഒന്നും കളിക്കാതെ നല്ല പച്ചക്കറി ഉപയോഗിക്കാനും കഴിയും. അങ്ങനെ ഒരു സൗകര്യം കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ മുടങ്ങിക്കിടക്കുന്ന ആഴ്ചച്ചന്ത 2020 കോവിഡ് കാലത്ത് മുടങ്ങിയതാണ്. പിന്നീട് ഈ ഭരണസമിതി അതിലേക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പച്ചക്കറി ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന നല്ലൊരു ആഴ്ചച്ചന്ത ഇവിടെ നിലനിന്നിരുന്നു. LDF കൊണ്ടുവന്ന കഴിഞ്ഞ ഭരണസമിതി, LDFന്റെ ഭരണസമിതി കൊണ്ടുവന്ന അത് മുടങ്ങിക്കിടക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആഴ്ചയിൽ 2 ദിവസം ചന്ത നടത്താനാണ് പ്രകടന പത്രികയിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. മറ്റൊന്ന് തൊഴിൽ മേഖലയാണ്. തൊഴിൽ മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾ, വിവിധ ചെറുകിട സ്റ്റാർട്ടപ്പുകൾക്ക് മതിയായ പ്രോത്സാഹനം നൽകും. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറുകിട സ്റ്റാർട്ടപ്പ് 4-5 ആളുകളുടെ കൂട്ടായ സംരംഭങ്ങൾ, ഇതിന് ഒരു പ്രത്യേക ഡെസ്ക് തന്നെ പഞ്ചായത്തിൽ സ്ഥാപിച്ച് അതിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്യുന്നു. ടൂറിസം മേഖലയിൽ വലിയ അനന്ത സാധ്യതയാണ് കേരളമായിട്ടുള്ളത്. ടൂറിസം മേഖലയിൽ നെടുങ്കയം പോലത്തെ അടയാളപ്പെടുത്തിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേരളമായിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മുടെ നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് സാധ്യത വർദ്ധിപ്പിക്കാൻ നെടുങ്കയം, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശമായ നമ്മുടെ കരിമ്പുഴയോരത്ത് ഒരു ടൂറിസ്റ്റ് പാർക്ക് ജനങ്ങൾക്ക് വന്ന് സൗകര്യപ്രദമായ രീതിയിൽ വിനോദോപാധികൾ അടക്കമുള്ള ഒരു ടൂറിസ്റ്റ് പാർക്ക് അത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം ഏറ്റെടുത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ പ്രദേശത്ത് നിരവധി ഓട്ടിസം ബാധിച്ച കുട്ടികൾ കേരളായി പഞ്ചായത്തിൽ, അവർക്കൊരു ഓട്ടിസം സെന്റർ, വിവിധ വിഭാഗങ്ങളുടെ ആവശ്യത്തിന് ഭാഗമായി ഓട്ടിസം സെന്റർ, അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ, എല്ലാ പഞ്ചായത്തിലും ബഡ്സ് സ്കൂൾ വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ കാഴ്ചപ്പാട്. അത് അതേപടി നടപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുടെ സേവനം കുറവാണ്.
കൂടുതലായിട്ട് സേവനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തും. അതോടൊപ്പം തന്നെ ആയുർവേദ, അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രികൾ ഇപ്പോഴും നിലവിൽ ബിൽഡിംഗ് ഇല്ല, ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ 5 വർഷം അതിനൊരു ചെറുവിരൽ പോലും അനക്കാത്ത ഭരണസമിതിയാണ്. അപ്പോ കേരള ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം തന്നെയാണ് അധികാരത്തിൽ വന്നാല് ആരോഗ്യ മേഖലയിൽ ഹോമിയോക്കും അതുപോലെ തന്നെ ആയുർവേദ സ്ഥലം കണ്ടെത്തി സ്വന്തമായി കെട്ടിടം. അതുപോലെ തന്നെയാണ് കുടിവെള്ള മേഖല വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് കേരളയിൽ. നമ്മുടെ നല്ല വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന വിവിധ പ്രദേശങ്ങളിൽ കേരളയിൽ. അതിനാണ് 430 കോടി രൂപ സംസ്ഥാന സർക്കാർ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് അനുവദിച്ചത്. അതിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? പഞ്ചായത്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. 5 വർഷമായിട്ട് ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ കുടിവെള്ള മേഖലയിൽ ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതി ജലജീവൻ മിഷൻ ആവശ്യമായ ഭൂമി 1.5 ഏക്കർ ഭൂമി ഇപ്പൊ കണ്ടെത്തിയ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് ആ പദ്ധതി വഴി എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധീകരിച്ച ജലം, അടിവരയിട്ട് പറയുന്നത് ശുദ്ധീകരിച്ച ജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. മറ്റൊന്ന് പശ്ചാത്തല മേഖലയിൽ നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പൊ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് ഇടുന്നതിന്റെ വിവിധ റോഡുകൾ വെട്ടിമുറിച്ചിട്ടില്ല. ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയെ യഥാസമയം ഇടപെടാത്തതിന്റെ ഭാഗമായിട്ട് അത് റീസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അടിയന്തരമായിട്ട് നമ്മൾ അധികാരത്തിൽ വന്നാൽ ഒരു 6 മാസത്തിനകം അത് റീസ്റ്റോർ ചെയ്ത് ജനങ്ങൾക്ക് സൗകര്യപ്രദമാകും. BOT അടിസ്ഥാനത്തിൽ കേരളയിൽ ഒരു ബസ് സ്റ്റാൻഡ്, കേരളയിൽ നിലവിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല. വിപുലമായ രീതിയിൽ BOT അടിസ്ഥാനത്തിൽ ഒരു ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് നിലാവ് എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത് കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് രാത്രിയായാലും എല്ലാ പ്രദേശങ്ങളും നമ്മുടെ ഗ്രാമങ്ങളിൽ മുഴുവൻ. എന്നാൽ നിലാവ് പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ നിലാവ് പദ്ധതിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒപ്പുവെക്കും. അതുവഴി കേരളായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഇലക്ട്രിക് പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റുകളിലും അതൊരു വെളിച്ച വിപ്ലവമാണ്. തൊട്ടടുത്ത പഞ്ചായത്തായ അമരമ്പലത്തും മുനിസിപ്പാലിറ്റിയായി നിലമ്പൂർ ഉള്ളതുപോലെ നിലാവ് പദ്ധതിയിൽ നമ്മുടെ കേരളായി പഞ്ചായത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അത് നടപ്പാക്കും. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് നമ്മുടെ പ്രകടന പത്രിക വഴി നമ്മൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുന്നത്. ഉന്നതികളിൽ അഭ്യസ്തർക്ക് PSC കോച്ചിങ്, അതായത് പട്ടികജാതി പട്ടികവർഗ കോളനികൾ അധികമുള്ള ഒരു പ്രദേശമാണ് കേരളായി ഗ്രാമപഞ്ചായത്ത്. അവിടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളുണ്ട്. അവർക്ക് PSC കോച്ചിങ്ങിന് പോകാൻ ആവശ്യമായ സാമ്പത്തിക സഹായം അവർക്കില്ല. അപ്പൊ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പദ്ധതി ആവിഷ്കരിച്ച് PSC കോച്ചിങ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് അങ്ങനെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും. ഉന്നതികളോട് ചേർന്ന് വിദ്യാഭ്യാസ സൗകര്യം ഇപ്പൊ നെടുങ്കയത്ത് നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബദൽ സ്കൂൾ പൂട്ടിയപ്പോ അവിടുത്തെ കുട്ടികൾ ഇപ്പോ പലവരും സ്കൂളിൽ പോകാതെ. അപ്പൊ അങ്ങനെയുള്ള ഉന്നതികളോട് ചേർന്ന് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മുൻകൈ എടുക്കും. യുവജനങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഈ പ്രകടന പത്രിക മുന്നോട്ട് പോവുക. യുവജനങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി വിപുലമായ രീതിയിലുള്ള എല്ലാവിധ നല്ല ക്വാളിറ്റി ഉള്ള സ്പോർട്സ് കിറ്റ് കൊടുക്കുമ്പോൾ പലപ്പോഴും അതിന്റെ പിന്നിൽ അഴിമതിക്കാരൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സ്പോർട്സ് കിറ്റ്, അതോടൊപ്പം ഫുട്ബോൾ, അതുപോലെ തന്നെ വോളിബോൾ, ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പുകൾ എല്ലാ വർഷവും. അതുവഴി നല്ലൊരു ടീമിനെ കേരളായി ഗ്രാമപഞ്ചായത്തിന് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഫുട്ബോൾ കോച്ചിങ് നടത്തിയിരുന്നു. അത് പിന്നീട് തുടർച്ചയുണ്ടായില്ല. തുടർച്ചയായി കോച്ചിങ് നടക്കുമ്പോൾ 5 വർഷക്കാലത്തെ ഭരണത്തിന് 4-5 വർഷം അല്ലെങ്കിൽ 3-4 വർഷം കോച്ചിങ് നടത്തുമ്പോഴാണ് ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയുക. ആ ടീമിനെ വാർത്തെടുക്കാനുള്ള കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കും. എല്ലാ വർഷവും കോച്ചിങ് ക്യാമ്പ് യുവാക്കൾക്ക്. അതുപോലെ തന്നെ വയോജനങ്ങളെ ഇന്ന് ഇപ്പോ സമൂഹത്തിൽ വയോജനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആ വയോജനങ്ങളെ മുഖ്യധാരയിൽ സജീവമായി നിർത്തുന്നതിന് വേണ്ടിയിട്ട് വയോജനങ്ങൾക്ക് മാനസികോല്ലാസത്തിന് വിനോദയാത്ര, എല്ലാ വർഷവും വിനോദയാത്ര. തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ കുടുംബസംഗമം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന സമയത്ത് എല്ലാ വർഷവും കുടുംബസംഗമം നടത്തിയിരുന്നു. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അമ്മമാരുടെ ഉമ്മമാരുടെ അവരുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മേൽസാക്ഷ്യം വഹിച്ചവരാണ്. അതെല്ലാം ഇല്ലാതെ അതെല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ ഒരു ഗ്രാമത്തിന്റെ ഉത്സവമായി നടത്താനാണ്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രകടന പത്രിക വഴി തെരഞ്ഞെടുപ്പ്. അപ്പൊ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ആ ഗുരുതര വീഴ്ച പരിഹരിച്ചുകൊണ്ട് ഈ വരുന്ന 5 വർഷക്കാലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ വികസന ഒരു പരിപ്രേക്ഷ്യം കേരളയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഈ പ്രകടന പത്രിക വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. 80 നിർദ്ദേശങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്നത്. എല്ലാ മേഖലയും പരിഗണിച്ചുകൊണ്ടാണ്. നമ്മുടെ ആഗ്രഹം സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് പോലെ വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ വർഷാവർഷം നടപ്പാക്കേണ്ട പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും വരുന്ന 5 വർഷം കൊണ്ട് ഈ 80 നിർദ്ദേശങ്ങൾ നിർബന്ധമായി, എന്നാൽ അതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അതുകൂടി ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ് നൽകാനുള്ളത്. നമ്മുടെ കൺവീനർ വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ പഞ്ചായത്ത് ഗ്രൗണ്ടിനോട് ചേർന്ന് ഞാൻ നിർദ്ദേശമായിട്ട് ഞാൻ വെച്ചിട്ടുള്ള കാര്യമാണ്, പ്രദേശത്തിന്റെ മുഴുവൻ വികാരമാണ്. അതിനോട് ചേർന്ന് ഉള്ള റോഡ്, പാലിയേറ്റീവിലേക്ക് അടക്കം പോകുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. അത് ഒരു പ്രദേശത്തെ ആകെ ബാധിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ പ്രകടന പത്രികയിൽ ആ ഒരു വിഷയം മാത്രം വെച്ചിട്ടുള്ളത്. ഇവിടെ ഏതാണ്ട് 100-ലധികം വരുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശം ഒറ്റപ്പെട്ട മൂലയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ സഞ്ചാരയോഗ്യമല്ല. 250-ലധികം രോഗികൾ ആശ്രയിക്കുന്ന നമ്മുടെ പാലിയേറ്റീവ് കെട്ടിടത്തിലേക്ക് വരുന്ന റോഡായതുകൊണ്ട് അത് പുനർനിർമ്മിക്കും എന്നുള്ള ഒരു വാഗ്ദാനം നമ്മൾ ഇതിനോട് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യത്തിന് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആദ്യം പരിഗണന കൊടുക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും എന്നുള്ളത് കൂടി സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു നിർദ്ദേശങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാം നടപ്പാക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു അവസരം ഈ പഞ്ചായത്തിൽ നൽകണം എന്ന് മാത്രമാണ്. 5 വർഷം നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളാണ് അല്ലെ? അതെ, 5 വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതി. കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ 95% കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ കഴിയുന്നില്ലാത്ത ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ഇടതുപക്ഷം കൊണ്ടുവന്ന വയോജനങ്ങളിൽ പറയുന്നത് ചക്കിട്ടമല വാർഡിലാണ് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം അവർ വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുണ്ട്. ഇതുവരെ അത് തുറന്നു വയോജനങ്ങൾക്ക് ഉപകാരമായ കാര്യം ചെയ്യാൻ ഇതിന്റെ കാര്യം വളരെ കൃത്യമായി വയോജന സൗകര്യം ഒരു ഗ്രാമപഞ്ചായത്താക്കി അതിന് അവർ പ്രത്യേക സൗകര്യം, അവർക്ക് മാനസിക വികാസത്തിന് ആവശ്യമായ അതുവഴി മറ്റൊന്ന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മുടെ സ്ത്രീകൾ ഈ കുടുംബശ്രീ അംഗങ്ങളായിട്ട് ഇഷ്ടംപോലെ ലിങ്കേജ് ലോണുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുവഴി ഈ കുടുംബശ്രീ യൂണിറ്റുകൾ പരമാവധി അവർക്ക് ആവശ്യമായ സംരംഭങ്ങൾ തുടങ്ങി അവരെ എന്താ പറയാ സ്വയം പര്യാപ്തീകരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഒരു മികച്ച ഈ കുടുംബശ്രീ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെറുതായി അധികാരത്തിൽ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വലിയ രീതിയിലുള്ള സന്നദ്ധ പ്രവർത്തനം നടത്തിയ യുവജന ക്ലബുകളുടെ കൂട്ടായ്മ 35ഓളം യുവജന ക്ലബുകളാണ് കേരളത്തിലുള്ളത്. എന്നാൽ ഇത്തരം ക്ലബുകളെല്ലാം നിർജ്ജീവമായ അവസ്ഥയാണ് ഉള്ളത്. പേരിന് മാത്രം കേരളോത്സവം നടത്തിയിട്ടാണ് ഈ വർഷം അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളോത്സവത്തെ കേരളയുടെ ഒരു വലിയ ഉത്സവമായി മാറ്റുന്നതിന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സമ്മാനം നൽകുന്നതോടൊപ്പം അതിൽ വിജയിച്ച ആളുകളെ ബ്ലോക്ക് തലത്തിലേക്കും ജില്ലാ തലത്തിലേക്കും കൊണ്ടുപോകുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടും ക്ലബുകളെ മുഴുവൻ സമയ സജീവ പ്രവർത്തകരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിനെ കൂടുതൽ ഇടതുപക്ഷ ഭരണസമിതി നടത്തും എന്ന് വിളിക്കുന്നു. ക്ലബിന്റെ കാര്യം കേരള പഞ്ചായത്തിനും കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. ഇപ്പൊ ബ്ലോക്കിന് കോർഡിനേറ്ററാണ്. ഈ ബ്ലോക്കിന്റെ കോർഡിനേറ്റർ കേരള പഞ്ചായത്ത് കണ്ടിട്ട് പോലുമില്ല. ഈ കോർഡിനേറ്ററിനകത്തൊരു വിഷയം തന്നെയാവില്ല. ഈ വിഷയത്തിൽ എന്തെങ്കിലും സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോർഡിനേറ്ററെ പഞ്ചായത്തിൽ നിർത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നെഹ്റു യുവകേന്ദ്ര വലിയ രീതിയിലുള്ള സഹായങ്ങളുമായി ക്ലബുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത്തരമൊരു സംവിധാനം ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ക്ലബുകൾക്ക് നൽകിക്കൊണ്ട്
ഒരു സന്നദ്ധ സേവന മേഖലയിൽ വലിയ ഒരു സംഘമാക്കി മാറ്റാൻ ഈ ക്ലബ്ബുകളുടെ യുവാക്കളെ നമ്മൾ ഇത് സജീവമാക്കുകയാണ്. തൊഴിൽ മേഖല സ്ഥാപനമുണ്ട് എസ്റ്റിന്റെ. അതിൽ ഇതുവരെ കഴിഞ്ഞ ഭരണകാലത്ത് കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പോ അത് തൊഴിൽ വെച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിലെ നിൽക്കുന്നതിനൊക്കെ തുന്നൽ കേന്ദ്രത്തില് ഒരു ഒരുപാട് കുറച്ച് മിഷനാണ് കൊണ്ടിട്ടു, അതും തുരുമ്പിടിച്ചു പോയി. നമ്മുടെ ഭരണകാലത്ത് നിറവേറ്റാവുന്ന നമ്മൾ ഈ ഭരണ പത്രിക പറഞ്ഞത് അത് ആ കാര്യങ്ങളും കൂടി നമുക്കിതിൽ നിറവേറ്റണം. അതാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാല് കുറെ കാലങ്ങൾ നമ്മുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ഇതുവരെ അത് വർഷക്കാലം കഴിഞ്ഞു, ഇനി വൈകി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇനി നമ്മുടെ ഈ ഭരണത്തിൽ വന്നാൽ ആ തുന്നൽ കേന്ദ്രം നമുക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അതിന് തുന്നൽ കേന്ദ്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ളത് സൗകര്യം ഏർപ്പെടുത്തുന്നതിന്റെ ഉറപ്പാണ് പറയുന്നത്. അത് ഞങ്ങൾ നമുക്ക് ചെയ്തിരിക്കും. CP സഫർ അലി, KP അലി അക്ബർ, രവീന്ദ്രൻ വെള്ളങ്ങാട്, J രാധാകൃഷ്ണൻ മാസ്റ്റർ, V വേലായുധൻ, ഫിറോസ് ബാബു ചെമ്പാല എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളെയും ഉന്നതിയിലെത്തിക്കുന്ന പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. എല്ലാവർക്കും ഭവന പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ സമഗ്രമായ വികസനം, വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം, കാർഷിക മേഖലയിൽ ജൈവ കൃഷി ഉൾപ്പെടെയുള്ളവ പ്രോത്സാഹിപ്പിച്ച് മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കൽ, യുവാക്കൾക്കും സ്ത്രീകൾക്കുമായി സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവ പ്രകടന പത്രികയിലെ പ്രധാന ഭാഗങ്ങളാണ്. എല്ലാ മേഖലകളിലും സ്പർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മുന്നണി നേതാക്കൾ അറിയിച്ചു. KL 71 ന്യൂസ്, കരുളായി.